Good morning guys, hello, welcome to another YouTube video. And ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ സ്പെക്കി എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കാലിക്കറ്റ് എവിടെയാണ് അവർ ബേസ്ഡ്. അപ്പം അവർ തന്നെ കാണാൻ വരുന്നുണ്ട് വിത്ത് സം സർപ്രൈസ്. അപ്പം ഇവർ ഓൾറെഡി ഷാസിന് പണ്ടൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, സ്പെക്കി എക്സ്. അന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമുക്കൊന്നും ഇത് തരാൻ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ. അന്ന് ഷാസിന് എന്തോ 6S എന്തോ ഐഫോണിൻ്റെ ഈ പാർട്സ് ആക്കി വയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ പേരെനിക്കുണ്ട്, ഫ്രെയിമായിട്ട് വയ്ക്കുന്ന സാധനം. ആ സെയിം സാധനം അവരെനിക്കും തരാൻ വരുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പം പയ്യന്മാർ വരട്ടെ, നോക്കട്ടെ നമ്മൾ പിള്ളേരെന്താണ് കൊണ്ടുവരുന്നതെന്നുള്ളത്. പിന്നെ ഇന്ന് സുഹൈർ വരുന്നുണ്ട്, അവനും എന്തോ ഷാസിനെന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് 3D പ്രിൻ്റഡ്, അപ്പോൾ അത് കൊടുക്കാൻ അവൻ വരുന്നുണ്ട്. പിന്നെ വേറൊരു പയ്യൻ എന്തോ ഷാസിൻ്റെ പടം എന്തോ വരച്ചെന്നു, അപ്പോൾ അവനും സമയമുണ്ടെങ്കിൽ അവനെയും വിളിക്കണം. പിന്നെ ഇന്നൊരു കല്യാണമുണ്ട് കേസ് കോതമംഗലത്ത്, അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ നമ്മളെ ഫ്രണ്ടിൻ്റെയാണ് ഇബിനു എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ്റെ കല്യാണം കഴിഞ്ഞൊന്നല്ല, അപ്പോൾ അതിൻ്റെ റിസപ്ഷന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഷാസിൻ്റെ വിസിറ്റിൻ്റെ എല്ലാ പരിപാടിയും തീരുന്നു. അവൻ നാളെ രാവിലെ ദുബായിക്ക് തിരിച്ചു പോവാണ്. സോ അതിന് ശേഷം പിന്നെ ഡൗൺ ആണ്. ഇത്രയും തിരക്കൊന്നും കാണത്തില്ല കേസ്, ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റ് വ്ളോഗ്സ് ആയിരിക്കും ഇനി. സോ എന്തായാലും സ്പെക്കി എക്സിലെ പിള്ളേരുമായിട്ട് കേസ് നമുക്ക് അവരെന്താണ് കൊണ്ടുവരുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുവരെ ബൈ. ഇതാണ് സ്പെക്കി എക്സിലെ പിള്ളേർ, ഞാൻ പറഞ്ഞ നൈസ്. കാലിക്കറ്റിൽ നിന്ന് വന്നതാണ് കേട്ടോ. ആ 6S. അപ്പം താങ്ക്സ് ആണ്, കുഴപ്പമില്ല. നിങ്ങൾ ഈ സാധനമാണ് മെയിൻ, പാക്കേജിങ് അല്ല. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി. അതാണ് താങ്ക്സ് ഡാ, താങ്ക് യു സോ മച്ച്. ഇത് തുറന്ന് നമുക്ക് കാണിച്ചെടുക്കാം. എങ്ങനെയാണ് തുറക്കുന്ന ഇവിടെ നിന്നല്ലേ? ആ ബെസ്റ്റ്, നിങ്ങളെ കാട്ടി ടെൻഷൻ എനിക്കാണ്. അതാ വന്നടാ, കത്തി ഇല്ലടാ, അതിൽ വല്ലതും പറ്റിയാലോ. തുരുമ്പടിച്ച കത്തിയൊക്കെ ആയിട്ടാണ് വന്നേക്കണം. ഞാൻ ഈ ഒരു അറ്റം തുറക്കാം. ഇതെന്തിനാ വാഴപ്പഴം മുറിക്കാനായിട്ടാ ഈ സാധനം പോയി കേട്ടാ, വേറെ വാങ്ങാം. ഞാൻ പിന്നെ അൺബോക്സിങ് അധികം ചെയ്യാത്തോണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെ ഓ ബബിൾ ഇങ്ങനെ എടുക്കാമല്ലോ. ഇജും എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഗൈസ്, ഇതാണ് സാധനം, സ്പെക്കി എക്സ്. താങ്ക് യു ഫോർ ഷോപ്പിംഗ് സ്പെക്കി എക്സ്. ഹോപ്പ് യു എൻജോയ് പ്രോഡക്ട്സ്. ഇതാണ് നിങ്ങൾ പാക്കേജിങ് നോർമലി അയക്കുന്നല്ലേ? ശരി, രസമുണ്ട് കേട്ടോ, അടിപൊളി. നല്ല ആപ്പിൾ സ്റ്റൈൽ കറുപ്പും. ഇല്ല കുഴപ്പമില്ല, വീട്ടിൽ എന്തായാലും ഓൾറെഡി അവന് ദുബായിലുണ്ട്, ഇവിടെയാണ് ഇല്ലായിരുന്നത്. തുറക്കട്ടെ. സെറ്റപ്പ് ആപ്പിൾ അൺബോക്സിങ് പോലത്തെ സെറ്റപ്പ് ഒക്കെയാണ് കേട്ടാ. ഇവിടെ ഉണ്ടോ? ഇത് കാണണമെങ്കിൽ ദൂരാണോ അല്ലേ? ഓക്കെ ഗൈസ്, അൺറിവീലിംഗ് ഐറ്റം. ഒരു രക്ഷയില്ല കേട്ടാ, പോളി സാധനം. ഐഫോൺ 2G നമ്മളെ പോളി സാധനോടാ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അവിടെ ഒരുത്തനുണ്ട്, അവനെ പിന്നെ കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെ ഒരു ആപ്പിൾ ഫാൻ ബോയ് ഹാപ്പി ആയിരിക്കുകയാണ് ഗൈസ്. അത് ആദ്യത്തെ ഇതല്ലേ, ആദ്യത്തെ ഐഫോണിൻ്റെ ഫസ്റ്റ് ഐഫോൺ. ഇതിൽ നിന്നാണ് തുടക്കം. പിന്നെ ഞാൻ 5 കൊല്ലാണ് തുടങ്ങിയത്. അപ്പം ദിസ് ഈസ് അടിപൊളി ഗിഫ്റ്റ് ഗൈസ്. സൂപ്പർ സാധനം. എല്ലാവരും സ്പെക്കി എക്സിനെ ചെക്കൗട്ട് ചെയ്യുക. ഇത് സാധനം ഇത് ഞാൻ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇത് വാങ്ങിക്കാനായിട്ട്. നിങ്ങൾ എവനെ ഗിഫ്റ്റ് ചെയ്തപ്പം ഞാൻ പറഞ്ഞില്ല, ഈ സാധനം ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പം ഈ ബ്ലാക്കും
ഫ്ലാഷും ഫ്ലാഷിനായിട്ട് കസ്റ്റമൈസ് ചെയ്ത സാധനം, പൊളി സാധനം. എനിക്കിത് ഒരു വലിയ സംഭവമാണ്. എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ആദ്യത്തെ ഒരു സംഭവമാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ കാലിക്കറ്റിൽ നിന്ന് ഇവിടം വരെ വന്ന് തന്നതിനാണ് ഏറ്റവും വലിയ സംഭവം. മനസ്സിലായി? ഞാൻ നാളെ പോവാണ്. അപ്പോൾ അതിൻ്റെ ബിസിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വന്ന് കണ്ടിട്ട് മാത്രമേ ബാക്കി പരിപാടികൾ ചെയ്യുന്നുള്ളൂ എന്നുള്ള സംഭവം. താങ്ക് യു സോ മച്ച്. ഇല്ലടാ, ഇല്ല, നിങ്ങൾ ഈ വന്ന് എടുത്ത എഫർട്ടാണ് മെയിൻ സംഭവം. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മൾ സബ്സ്ക്രൈബേഴ്സും ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളാണ് മെയിൻ സംഭവം. വ്ളോഗ് മറ്റവനാണ്. അതാണ് സത്യം പറഞ്ഞ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് വ്ളോഗ് തുടങ്ങിയതിന് ശേഷമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ സംസാരിക്കുന്നത്? അതിലൊക്കെ ഞാൻ മിണ്ടാതിരിക്കുന്നതല്ലേ. ആ ഭയങ്കര ബാക്കിലോട്ട് ഇരുന്ന് ഈ ഇൻഫ്ലുവൻസർമാരുടെ ഒക്കെ ഇടയിലിരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഫുള്ള് പോഡ്കാസ്റ്റ് ആയെന്നാണ് മാറിയത്. അതിലാണ് സത്യം പറഞ്ഞ ഒരു കമന്റ് ബോക്സിൽ ഭയങ്കര സപ്പോർട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഫീലിംഗ് വന്നത്, ചെയ്താൽ കൊള്ളാമെന്നുള്ളത്. ഫുഡ് ബ്ലോഗ് ഞാൻ കഴിച്ചാൽ ഞാൻ തട്ടിപ്പോടാതെ എനിക്ക് വയ്യ. ഞാൻ വല്ലപ്പോഴും ഈ കഴിക്കുന്നത്, നമ്മൾ നോർമലി ഇവൻ വരുമ്പോഴാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നത്. ഗൈസ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് ഗിഫ്റ്റ്. ഇത്രയും കിടിലം സാധനം, വെരി ഹാപ്പി. അപ്പോൾ ഇവരാണ് സ്പെക്കി എക്സിലെ ആൾക്കാർ. ഇനിങ്ങുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്, മീൻസ് എ ലോട്ട്. ഞാൻ എന്തായാലും ഇത് ഞാൻ എൻ്റെ വാളിൽ തൂക്കും. എൻ്റെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും പറയാനൊന്നുമില്ല എനിക്ക്. അതൊന്നും നോക്കാം, ഇതെടുത്തിട്ട് വെച്ചിട്ട് നോക്കണം. ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ, നോക്കട്ടെ, കുറച്ചൊന്ന് ഗ്ലാമർ ആക്കി എടുക്കാം. ഗൈസ്, ഇവരുടെ പേര് സ്പെസിക്സ് എന്നാണ്, സ്പെക്കി എക്സ് എന്നല്ല. പക്ഷേ ഇവർ വേറൊരു സാധനം കൂടെ നമുക്ക് കൊണ്ടുവന്നായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ സാധനത്തിൻ്റെ അകത്ത് ഇവരുടെ നാട്ടിലെ സ്പെഷ്യൽ കോഴിക്കോടൻ അലുവ. അപ്പം ഞാൻ ഇതുവരെയായിട്ടും കോഴിക്കോടൻ അലുവ ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന് നമ്മളത് ടേസ്റ്റ് ചെയ്യും ഗൈസ്. ഡയറ്റ് നാളെ വരെ ഇത് കഴിച്ചതിന് ശേഷം. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ദ ലവ്. അലുവയ്ക്കും ഐഫോണിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. നിങ്ങളെ ബിസിനസ് വെഞ്ചർ അടിപൊളിയായിട്ട് പോട്ടെ, സൂപ്പറായിട്ട് പോട്ടെ ഗൈസ്. നീ പതുക്കെ ഇരിക്കട്ടാ. നീ വീഡിയോ ഇട്ടെന്നു അല്ലേ? റീലായിട്ട് ഇട്ട് ഷോർട്സ് ഷോർട്സ്. പക്ഷേ എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ കേട്ടാ, സൂപ്പറായിട്ട് വീണ്ടും എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യണല്ലേ. ലൈക്ക് വെരി ഇന്നോവേറ്റീവ് സ്റ്റഫ് കേസ്. ഇതല്ല അലുവല്ല, അത് ഞാൻ മുറി കൊണ്ട് വെച്ചിട്ടുണ്ട്, സോറി കേസ്. അപ്പം ഇങ്ങനത്തെ യങ് മൈൻഡ്സ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് നല്ല രീതിയിൽ ഫ്ലറിഷ് ആവട്ടെ കേസ് നമ്മുടെ നാട്ടിൽ. സോ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് യുവർ പ്രോഡക്റ്റ്. കിട്ടുന്ന ആൾക്കാരിൽ ഒരാളായതിൽ വളരെ സന്തോഷം. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. നീ എന്തോ കൊടുക്കാൻ വന്നില്ലടാ, അതിനു വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇതാണോടാ നീ പറഞ്ഞ ലൈറ്റ് ബോക്സ്? വേറെ ഞാൻ ഇത് തുടങ്ങിയത് നീ അറിഞ്ഞില്ലല്ലേ? ഞാൻ തുടങ്ങിയതൊന്നും നീ അറിഞ്ഞില്ലല്ലേ? ഒന്നും നമുക്കില്ല. കണ്ടാ പയ്യന്മാരുണ്ടോന്നാണ്ടാ, സൂപ്പർ അല്ലേ? iPhone 2G. ഇവൻ മറ്റേ മൊത്തം അനിമേ. ചേട്ടവൻ എനിക്കൊന്നും കൊണ്ടുവരാതെ വന്ന് ഗൈസ്. ഇതെല്ലാം അവന്റെ മാസ്റ്റർ. ഫ്രിഡ്ജ് മാഗ്നറ്റ് കൊള്ളാം അല്ലേ? എടാ നീ ഫ്ലാഷിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയോ? ഞാൻ വെച്ചോളാം. ഒരു കീച്ചൻ കിട്ടി, അത് പോരാ. ഓക്കെ ഗൈസ്, എനിക്ക് ആ ഒരു കീച്ചൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ സൂപ്പറാണ്. ഫ്ലാഷിന്റെ സൂപ്പർ അല്ലേ? അല്ലേ കസ്റ്റമൈസ്ഡ് ആണ് പേരൊക്കെ, ഫ്ലാഷ് എന്നൊക്കെ തന്നെ. ക്വാളിറ്റിയും നൈസാ. ബാക്കിയുള്ളവരെയൊക്കെ ഒരു നമുക്കൊരു ഒരു ഫിനിഷിങ്
മോശമായിരിക്കും. ഇത് പക്ഷെ അപ്പോൾ ശരി ഗൈസ്, അടുത്ത സീനിൽ കാണാം. ബൈ ബൈടാ, കാണാം. അപ്പോൾ ശരി, കാലിക്കട്ട് വരുമ്പോൾ കാണാവേ. ഇൻഷാല്ലാ, ബൈ. പണ്ട് ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. പിന്നെ വരച്ച് പഠിച്ച് ക്വാളിറ്റി നോക്കിയാൽ എങ്ങനെ ഇവിടെ എത്താന്നുള്ളൊരു കോൺഫിഡൻസ് സെറ്റായി. ഞാൻ അല്ലേ, അവർ കുറെ നാളായിട്ട് എന്നെ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം നീ വന്നപ്പോഴും സമയം കിട്ടിയില്ല, ഈ പ്രാവശ്യം അതാണല്ലോ ജസ്റ്റ് കിട്ടിയതാണ്. ടൈറ്റ്. ഞാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് ആദ്യം. എളുപ്പത്തിലൂടെ കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ വേറെ സ്റ്റൈൽ ചെയ്യും. രണ്ടുപേരും ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ. കൊള്ളില്ല. കൊണ്ടുവരൂ. അങ്ങനെ പറയൂ, തരൂ, എന്താണ്? ഞാൻ കൊതിക്കുന്നു. അടുത്ത ടീം ഗൈസ്, ഷാസിന്റെ സാധനം ഇവനാണ്. പുതിയ വ്ളോഗർ ഇൻ ദ ഹൗസ്, ആഷിഖ് ഓൺ ഷോർട്സ്. വ്ളോഗ് തുടങ്ങി. മോട്ടിവേഷൻ കൂടിയെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ ഗൈസ്, ഇതാണ് ഷാസിനുള്ള ഐറ്റം. കുറച്ച് നാളായിട്ട് അവൻ കൊണ്ടു നടക്കുകയാണ്. ഞാൻ പിടിക്കാം ഇങ്ങനെ. ഈ രണ്ടു വ്ളോഗ് ഒരുമിച്ച് പിടിക്കാനുള്ള സംഭവമുണ്ട്. ആര് കാണാനുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വീഡിയോ കണ്ടിട്ടുണ്ടാവാലോ. ആ പിന്നെ അമ്മ വരയ്ക്കുമ്പോ നെഗറ്റീവ് ആ ടൈമിൽ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം. ഓ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലേ? ഏയ് ഇല്ല ഇല്ല, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഓരോ 8 പോസ്റ്റ് തരില്ലേ. എടാ, ഇത് പൊളി. കേട്ടെ എന്റെ Guys, എത്ര നാളുണ്ട് ഇത്? വരച്ചേ ഇതൊക്കെ ദിവസം വരച്ചാ അന്ന് കാണാൻ പറ്റൂന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈം ഇല്ലടാ, ലാസ്റ്റ് ടൈം വന്നപ്പം വരച്ചു വെച്ചാണ് അവൻ. ഈ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഞാൻ മന്ത്സ് എടുത്ത് 69 ദിവസം എടുത്ത്. ഇല്ല, ഇത് ഒറ്റ നൈറ്റ് വരച്ച. ഇല്ല, മുന്നേ വരച്ചതല്ലേ എല്ലാരും കളിയാക്കിയ ഡ്രോയിങ് ഇല്ല, ഞാൻ അതാണ് കാണേണ്ടത്. അവന്റെ ബുക്കിംഗ് എടുത്തേ. അവന്റെ ബുക്കില് അതാണ് ഷാസിന്റെ 2.5 വർഷം മുമ്പുള്ള ലുക്കും ഏടാ, എന്തുവാടാ ഇത്? രസമുണ്ടാ, അടിപൊളി. അത് ഡീറ്റെയിലിംഗ് ഒക്കെ കൂടിയാൻ. രക്ഷയില്ല. One scene I like it. രണ്ടും നല്ല. കഴിഞ്ഞ ബർത്ത്ഡേ വരച്ചതാ. 10 ബർത്ത്ഡേ ഡേറ്റ് ഞാൻ ക്ലാസ് അങ്ങനെ ഇരുന്ന. അയ്യോ, താങ്ക് യു ഏട്ടാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. 2 ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഞാൻ വിചാരിച്ചോളൂ കുറച്ച് 1 വർഷം എടുക്കുമ്പോഴെങ്കിലും എന്റെ പടം ആരെങ്കിലും വരയ്ക്കോ എന്നുള്ളത്. അപ്പം നീ കളിയാക്കിയതല്ലല്ലോ. അതാടാ, ഞാൻ ഫുഡ് കഴിച്ച് ഞാനും. ഓ ശരി, ഇത് നീ വരച്ചതാണാ അതാ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതാ? ഇവിടെ കിടിലം കേട്ടാ. എന്റെ അമ്മ, വേറെ ലെവലടാ. താങ്ക് യു സോ മച്ച് ബ്രോ. ഇത് ഞാൻ തൂക്കിയല്ലേടാ മോണ് കേട്ടാ. എന്റെ കറക്റ്റ് സൂപ്പർ സാധനം, അടിപൊളി. ഇത് എന്റെ ആദ്യത്തെ പടം ഒരാള് വരച്ച. നീ വേറെ ലെവലെത്തും കേട്ടാ. ഇവന് ഹേറ്റേഴ്സ് പാടില്ല, അത്രയും നല്ലപോലെ വരയ്ക്കുന്നിടത്തിനാണ്. എടാ, അത് നീ ചുമ്മാ ഉണ്ടല്ലേ നിനക്ക് ഹേറ്റേഴ്സ് ഉണ്ടെന്ന്? ഉണ്ടാടാ. എടാ അടിപൊളിയായിട്ട് എന്റെ ഫോട്ടോയും കാട്ടി ക്വാളിറ്റി ഉണ്ടോ ഇതിന്. ലെവൽ സാധനം നോക്കിയേ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മറ്റേ നമ്മൾ ഫോട്ടോ എടുത്തോലെ. അറിയാം, അത് അവൻ എന്റെ അടുത്താണ് ആദ്യം വന്ന് ചോദിച്ചത്. എന്റെ അടുത്ത് അവൻ ചോദിച്ചത്. ഞാൻ എടുത്തിട്ടുണ്ട്. ഓ അത് സെറ്റല്ലേ. ആൾക്കാർക്ക് എന്റെ മുഖം കിട്ടാറില്ല, അതാണ് സംഭവം. സെൽഫി
കട്ടക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇതിന് ആ സെൽഫി ആയത്. ഞാൻ അതന്നെ വേറൊരു പയ്യൻ അവരുമായിട്ട് എടുത്തതന്നെ. അതിൽ നിന്ന് എടുത്താണല്ലേ ഇത് അല്ല അവരുടെ ഫോട്ടോ അവനിക്ക് അയച്ചത് ഞാൻ ആണോ? ഇട്ടപ്പോ എനിക്ക് തരാൻ പറഞ്ഞു. നൈസാ, താങ്ക് യു സോ മച്ച്. ഇത് രണ്ടും സെറ്റ് ചെയ്ത് കുറെ നാളായി. ഞാൻ അവിടെ ഞാൻ ഇങ്ങനെയല്ലേ സ്റ്റേജ് എവിടെ വരാൻ വേണ്ടി നിനക്കൊന്ന് സമയം കിട്ടാൻ വേണ്ടിയാണ്. അതല്ലേ ലാസ്റ്റ് ദിവസം ഇവൻ എന്നെ എപ്പോഴും ചോദിക്കും. പെട്ടെന്ന് വന്നിട്ട് ഇന്നലെ വന്നതാ. വിളിക്കണ വന്നതാ. എനിക്കും ഇഷ്ടപ്പെട്ടു. Talented. ജസ്റ്റ് കിടിലം. ഇത് സനീര വ്ളോഗാണ്. ആ അത് നീ തന്നോ. ഇത് എന്റെ വ്ളോഗാണ് ഗൈസ്. എന്തായാലും അവൻ നല്ല വോയിസ് ഓവർ കിട്ടി നമുക്ക് കണ്ടന്റ് ആയി. അപ്പം പേരെന്തായിരുന്നു? അജ്മീൻ സത്യം കേട്ടാ. ഈ വെള്ളപ്പരിചയം ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ കൊടുത്താൽ മതി. കൊണ്ട് വരയ്ക്കുന്നേ. അതെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ് അവൻ. താങ്ക് യു സോ മച്ച് സർ. ഇത് വീടാ ഓൾ ദിസ് വേ. പിന്നെന്താ സൂപ്പർ അല്ലേ, ഇടുവല്ലേ. ടാലന്റഡ് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് നമ്മളെ മലയാളി കമ്മ്യൂണിറ്റി. വേറെ ലെവൽ ഓരോരോ രീതിയിലുള്ള ക്രിയേറ്റീവ് ആൾക്കാരാണ് നമുക്ക് കാണുന്നത്. നല്ലൊരു തുടക്കാവട്ടെ. കറക്റ്റ് ഇത്ര മാസം വെയിറ്റ് ചെയ്തിട്ട് കാരണം കോൺഫിഡൻസ് ഇല്ലേ ക്യാമറ ഒരുത്തൻ ഇവിടെ രാത്രി വന്നിട്ട് എടാ നമുക്ക് നാളെ വ്ലോഗ് സെറ്റ് ആണ് 4 മണി ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് ഇവിടെ ഞാൻ വീട് എടുത്തപ്പോഴത്തെ വഴിപോക്കനായി അത് പറയാൻ സുഖാ, ചെയ്യാൻ ഫസ്റ്റ് വ്ളോഗാ? ആ ഫസ്റ്റ് വ്ലോഗ് മറ്റേത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഡ്രോയിങ് ആയിട്ട് ഞാൻ കാണാറുണ്ട്. വ്ലോഗേഴ്സ് ആരുമില്ല. അപ്പൊ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ സ്ട്രീറ്റിലേക്ക് അതിന്റെ ബാറ്റ് നടക്കുന്ന കാര്യങ്ങൾ വേറെ സെറ്റല്ലേ. നമ്മളെ നോക്കുന്ന ആൾക്കാർ അതിന്റെ ഫുൾ. അപ്പൊ ഗൈസ് ഇന്ന് ഡബിൾ സർപ്രൈസ്. ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. നമ്മളെ സ്പെസി എക്സ് ആൾക്കാർ ഞെട്ടല് പക്ഷേ കിട്ടിയില്ല. അത് ഞാൻ ഞെട്ടിയില്ല. നന്നത് ഞാൻ വിചാരിച്ചില്ലല്ലോ. നിന്റേലുണ്ടാടാ, നിന്റേലുണ്ടാ? അതിലും മാത്രം ഉണ്ടല്ലോടാ. എടാ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അല്ലേ. ഓഹോ ഗൈസ്, അപ്പം താങ്ക് യു എടാ, താങ്ക് യു സോ മച്ച്. ഇവര് സർപ്രൈസ് ചെയ്തതാ. ഇതാണ് ഗൈസ്, ഞാൻ തന്നെ ഞെട്ടി. എൻ്റെ ഫോട്ടോ പോലും ഇല്ല ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ എന്തായാലും കയറി വാ. മറ്റേ മടി പിടിക്കല്. എന്റെ അടുത്ത് എവര് പറയണ അതേ ഉപദേശം ഞാൻ നിങ്ങൾക്കും തരുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഞാൻ ഒന്നും വിട്ടിട്ടില്ല. 3 ദിവസം ഞാൻ ഇടാതിരുന്ന ഇവരൊക്കെ കൂടെ ഫാമിലി ടൈമില്ലേ. ആണോ? താങ്ക് യു സോ മച്ച്. അപ്പൊ ഗൈസ് നമ്മളെ പയ്യന്മാര് എത്തി നമുക്ക് സാധനം തന്നിരിക്കുകയാണ്. വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ബൈ ഗൈസ്, ടേക്ക് കെയർ. ബൈ 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 ബൈ. ഒരു മിനിറ്റ് കൈ തരാം. ബൈ ഗൈസ്. ബാടാ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്. ഇതാണ് നമ്മളെ പയ്യന്മാർ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന അലുവ. ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റിങ്. ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. മണമണ എങ്ങനെയുണ്ടാ കഴിച്ചിട്ട്? ഇതാണോ ബ്രൗൺ അലുവ? ബ്രൗൺ എന്തോന്ന് ഫ്ലേവർ. ഇതൊന്നും നൈസ് ടേസ്റ്റ്. ബ്രൗൺ കൊള്ളാം. റെഡ് കാണുന്നുണ്ടോ? ഫോക്കസ് ഒന്ന് പിടിച്ചോടി പിന്നെ. റെഡ് കൊള്ളാം, ബ്രൗൺ കൊള്ളാം അല്ലേ? ബ്ലാക്കും കൊള്ളാം. ബ്ലാക്ക് വേറെ അതാ നൈസ്. അത് ബ്ലാക്ക് പോളി. ഇത് ബ്രൗൺ. എല്ലാ ബ്രേക്കും മഞ്ഞ എനിക്ക് പൈനാപ്പിൾ ആണ്. അലുവ പോയി കിടക്കും. മഞ്ഞ ഏതാ വേറെ ഇനി കട്ട് ചെയ്യേണ്ടത്? എക്സ്ട്രാ കട്ട് ചെയ്യേണ്ടത് ഏതാന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യും. മഞ്ഞ പൈനാപ്പിളാ. പൈനാപ്പിൾ ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ നാടൻ OG ബ്ലാക്ക്. നിങ്ങൾക്ക് പൈനാപ്പിൾ ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ടു. പൈനാപ്പിൾ കൊള്ളാം, പക്ഷെ എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടത്. ദിസ് ഈസ് യമ്മി. വെട്ട് പിന്നെ ഈ ബ്ലാക്ക്. അങ്ങനെ സ്പെസി എക്സ് ബോയ്സ് കിടിലം അലുവ. കോഴിക്കോട് അലുവ സൂപ്പർ ടേസ്റ്റ്. കാലിക്കട്ടിലോട്ടൊരു പോക്ക് പോവേണ്ടി വരും. കുറച്ചുകൂടെ ചില്ലി അലുവയെ കൊണ്ടുവന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പച്ച കളർ ഗ്രീൻ ചില്ലി അലുവ. അത് ട്രൈ ചെയ്യണം ഗൈസ്. അത് ഞാൻ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്. ജാക്ക് ഫ്രൂട്ട് അലുവ. ഇതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. ലെറ്റ്സ് സീ. ബൈ.
പൊറോട്ട, മട്ടൻ കുറുമ, ഗീ റൈസ്, ഇതൊന്ന് ബിരിയാണിയാണ്. മലബാർ ചിക്കൻ ബിരിയാണി. എടാ ഇത് റൈസും അത് ചിക്കനും വേണം. ഓക്കെ, ഇതെന്താണ്? കബാബ. ഓക്കെ ഗൈസ്, ഫുഡ് കഴിച്ചിട്ട് വരാം. കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് നമ്മൾ. മൈക്ക് കണ്ടോ? കാറിൽ വെച്ച് കാറിലായിരുന്നു കാർ വെച്ചിരിക്കുകയാണ്. മൈക്ക്. ഓ ഇതെന്താണ് ഇതെന്താണ് ഒരു നീല വിളിച്ചതിന്റെ ക്യാമറയിൽ? ഓ നീ അവളെയും പഠിപ്പിച്ചു കൊടുത്താ? ഞാൻ നോക്കിയൊന്നുമില്ല, നമ്മള് വേറെ ലെവലാണ്. ഓക്കെ ഗൈസ്, എന്താണ് ഇന്ന് കഴിച്ച്? പക്ഷെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഗ്ലാസ് നൂഡിൽസാ ഓർഡർ ചെയ്താ? ചോപ്സ്റ്റിക്ക് ഇന്നാ? ചോപ്സ്റ്റിക്ക് കണ്ടോ ബ്രോ? ഞാൻ ഇതൊക്കെ കേട്ടിട്ട് വരാം. ഞാനും അല്ല ഞാനും. ഓക്കെ, എന്താണ് ഞാൻ കിണിക്കുന്നത്? എന്റെ സ്റ്റുഡന്റിന്റെ അവര് തോര നോക്കുക. അത് കൊടുത്താ പയ്യന്റെ കണ്ടന്റ്. ഏത്? ഓ അങ്ങനെ. ഓ ഇതെന്താണ്? പുതിയ CMF ഗെയിമിംഗ്. ഇതിന്റെ ഒരു ട്യൂണിംഗ് ഉണ്ട്, ഈക്വലൈസർ. അതൊന്നും സെർച്ച് ചെയ്യല്ലേ കേട്ടാ, സെലിബ്രിറ്റി ഒന്നല്ല. ഇവിടെ എന്തുവാണ് ഈ വീട്ടിൽ നിറച്ചും? ഇവിടെ ഒരു വ്ളോഗ്, അവിടെ 2-3 വ്ളോഗ്. ഞാൻ ഇതും തൂക്കി എന്തിനാണ് നടക്കുന്നത്? വാട്ട് ഈസ് ദിസ്? ലാലേട്ടൻ ഇതൊരു ബിഗ് ബോസ് ഹൗസായി മാറിയിരിക്കുകയാണ് കേട്ടാ. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന നോക്കിയ കോമ്പറ്റീഷൻ. അവിടെ ഹെഡ്ഫോൺസ് CMF. ആ ചെവിയിലുണ്ട് ഓറഞ്ച്. ഔട്ടർ ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുക്കാം ഗൈസ്, എല്ലാം ഒന്ന് ശാന്തമാവട്ടെ. അവിടെ ബിഗ് ബോസ് ഹൈലൈറ്റ്സ് ഒന്നും നീ സാധനം തുടങ്ങിയാൽ മതി, എന്നിട്ട് നീ സംസാരിച്ചാൽ മതി. ഓ എന്തൊക്കെയല്ലേ ആൻഡ്രോയിഡ് ഫോണ്, ബിഗ് ബോസ്, കാർത്തിക്കിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. ഓ ഒരു പാത്രം മൊത്തം തിന്നെടുത്തിട്ടിരിക്കുന്നത്. എന്താണ് ശരണ്യ? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ഒരു പാത്രം ഫുൾ ഫിനിഷ്. എന്താണ് നിനക്ക് ആക്രാന്തം കയറിയോ? ഓ മൈ ഗോഡ്, ഫുൾ ഫുഡ് അടി ഗൈസ്. എവരിബഡി ഫുഡ് അടിക്കുന്നു. ഇന്ന് ചൈനീസ് ആണല്ലോ അല്ലേ? ഓ വാവ്, എന്റെ ഫേവറേറ്റ് സാധനം. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഓ ഇവരിപ്പോ ഒരു പാത്രത്തിൽ നിന്ന് തിന്നു തുടങ്ങിയാടേ. കാർത്തി എന്താണ് ഇത്? നീയാണ് കല്യാണം കഴിച്ചത്? ഇവള് എനിക്ക് തോന്നണ അവളെ അടിച്ചു മാറ്റിയും തോന്നണ അതെന്റെ ഭാര്യ. ഒരു ഹതഭാഗ്യനായ ഭർത്താവ്, ബോണ്ട ഒരു ഹതഭാഗ്യനായ ഭർത്താവ്. ഓ കഴിച്ച്. ഓക്കെ പിസ്ത എന്തൊരു പാട്ടുണ്ടല്ലേ? പിസ്ത സുമ്മാ യോൻ വരുമ്പോ പാട്ടിടണം കേട്ടാ കംപ്ലീറ്റ്. ഓ ശരിയാണ്. CCTV പറയ്. ആടാ CCTV അല്ലേ? GCTV. ഓക്കെ, നീ ഇനി ഫുൾ ടൈം തന്നെ. ഭർത്താവിന്റെ ഇല്ലെന്നൊന്നും വേണ്ട കാര്യമില്ല, നിന്നെ പൊക്കി. ഇവര് രണ്ടുപേരും പൂക്കീസ്. ബൈ ഗൈസ്, എല്ലാരും കൂട്ടാ ബൈ. ഓ നിന്റെ ശിഷ്യത്തിൽ എന്നാ പിന്നെ ശരിയടേ. ബൈ.
ബൈ ഗൈസ് ബൈ 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 ഗൈസ് ബൈ ഗൈസ് ബൈ ഗൈസ് ഫോട്ടോ തന്നിട്ടില്ല ഗൈസ്. ആ ബെസ്റ്റ് എന്റെ വ്ളോഗിൽ എടി ഫോട്ടോഗ്രാഫറിനെ ചലഞ്ച് ചെയ്തു ഓപ്പൺലി വ്ളോഗില് അവളുടെ ലിസ്റ്റിൽ പിടിച്ചിടും നിന്നെ ഓക്കെ ഗൈസ് ബൈ 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 ഫൈനലി ഇവരെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ എല്ലാരും പോകുന്നു ഗൈസ്. ഇനി എനിക്ക് ഔട്ടർ കൊടുക്കാൻ സമയമായി. പോകുമ്പോ ഒന്നും കൂടെ വേണമെങ്കിൽ വരാം. അപ്പോൾ ശരി ഗൈസ്, അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. കല്യാണത്തിന് പോയി, അതായത് റിസപ്ഷനൊക്കെ പോയിട്ട് കുറേ പേരുണ്ടായിരുന്നു അവിടെ. ആവേശത്തിലെ പിള്ളേരുണ്ടായിരുന്നു. ആഷിറിനെ കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അലമ്പൻസും താഹയും സപ്പൂട്ടി അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നൈസായിരുന്നു. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഈ ക്രിയേറ്റർ ഫീൽഡിലുള്ളവരാണ്. അപ്പം അങ്ങനെ കുറേ പേരൊക്കെ എന്നെ തിരിച്ചറിഞ്ഞു. അതിൽ ഭയങ്കര സന്തോഷം ഗൈസ്. അത് വലിയ വലിയ ക്രിയേറ്റേഴ്സ്, ഈ ഹിപ്സ്റ്ററൊക്കെ എൻ്റെ റീല് ക്ലിപ്സ് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഗൈസ്. അപ്പം അങ്ങനെ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് കിട്ടി. ദിസ് ഇസ് സോ ഗുഡ്. ഞാൻ നാളെ തൂക്കും ഗൈസ് ചുമരിൽ. അപ്പം സ്പെസി എക്സ് അവർക്ക് ഒരു വലിയ ബിഗ് ഷൗട്ട് ഔട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ ഈ ഒരു സംഭവം ഭയങ്കര അടിപൊളിയായിട്ട് പോട്ടെ. പിന്നെ ഈ സാധനം അടിപൊളിയാണ്. ഇതും ഭയങ്കര സ്പെഷ്യലാണ്. ആദ്യമായിട്ടൊരാൾ എൻ്റെ പടം വരച്ചിട്ട് എനിക്ക് വന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം അവനും ബിഗ് താങ്ക്സ്. പിന്നെ വേറെ എന്താ, ഫുഡ് അടിപൊളിയായിരുന്നു. കല്യാണ റിസപ്ഷൻ്റെ സൂപ്പർ ഫുഡായിരുന്നു ഗൈസ്. അപ്പം അതും നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ ആ കാറ്ററിംഗ് കമ്പനിയും സൂപ്പറായിരുന്നു. അത് പേര് ഞാൻ പറഞ്ഞത്, കാറ്ററിംഗ് കമ്പനിയുടെ അതായത് പേര് എനിക്ക് കാർഡ് തന്നു. മുസിരിസ് ചോയ്സ് എന്ന് പറഞ്ഞ കാറ്ററിംഗ് കമ്പനിയാണ് അവരുടെ ഫുഡ്. അപ്പോൾ വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ട്രീബിനു ആൻഡ് തംജിത. വിഷിങ് ദം എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പം നാളെ ഷാസ് രാവിലെ പോവുകയാണ് തിരിച്ച് ദുബായിക്ക്. അപ്പം എന്തായാലും കുറച്ചുകൂടെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ തിരക്കും പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ വ്ളോഗ് എഡിറ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങും. സിസ്റ്ററും പിള്ളേരും 7th പോവുകയാണ്. അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആണ് ഗൈസ്. പിന്നെ ഞാനായി, എൻ്റെ വ്ളോഗായി, നമ്മുടെ കൊച്ചു എന്താ പറയാമല്ലോ, ഇൻഡിപെൻഡൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ അങ്ങനെ ഗൈസ് നാളെ രാവിലെ എണീച്ച് അവനെ കൊണ്ട് വിടണം എയർപോർട്ടിൽ. അങ്ങനെ ഐ വിൽ മിസ് പോയി അടിച്ചു പൊളിക്കട്ടെ ദുബായിൽ. എന്തായാലും അപ്പോൾ ഒക്ടോബറിൽ തിരിച്ചു വരും. സോ അതുവരെ നമ്മളിവിടെ പൊളിച്ചടുക്കും. നമ്മളെ വ്ളോഗ് ആ ലെവലിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ സാധനം ഗൈസ്. എനിക്കിപ്പോൾ ഇന്ന് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്കറിയാം യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ളവരാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ വിചാരിക്കും നമ്മളെന്നും ആരും തിരിച്ചറിയില്ല എന്നുള്ളത്. പക്ഷേ ഒത്തിരി പേര് കണ്ട് തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഗൈസ്. ഇറ്റ്സ് മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളാണ് അതിൻ്റെ സോൾ റീസൺ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ തന്നെ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടിയതോടുകൂടിയാണ് ഒരു കോൺഫിഡൻസ് വന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഇമ്പ്രൂവ് ആയി. ഇത് കണ്ടിട്ട് എൻ്റെ സിസ്റ്ററും കോൺഫിഡൻ്റ് ആയി. അവളും അത്യാവശ്യം ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടന്നതാണ് അവളെ ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോൾ ഷാരു കുറേ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവളും ചാടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവൾക്കും ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ചാനൽ തുടങ്ങാനായിട്ട്. ലെറ്റ്സ് സീ. വിഷിങ് എവരിബഡി ഗുഡ് ലക്ക് ഗൈസ്. ഇപ്പോൾ ഇന്ന് എനിക്ക് ഫോട്ടോ തരാൻ വന്ന പയ്യനും അവനും തുടങ്ങി ചാനൽ. അവരുടെ പേരെന്നെ വായി വരുന്നില്ല, പക്ഷേ ഞാൻ ലിങ്ക് കൊടുക്കാം ഗൈസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. സ്പെസി എക്സിൻ്റെയും ലിങ്ക് കൊടുക്കാം, നമ്മൾ പടം വരച്ച പയ്യൻ്റെയും ലിങ്ക് കൊടുക്കാം. അജ്വീൻ അങ്ങനെ എന്താണ് ഒരു പേര്, മറന്നുപോയി. ഓർമ്മ കുറച്ച് കുറഞ്ഞു തുടങ്ങി. വട്ട് ടു ഡു ഗൈസ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ അടുത്ത കുറച്ച് വ്ളോഗ്സ് ഉണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇടാം ഗൈസ്. സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ ഓൾ ദ ലവ്. ലവ് യു ഗൈസ്. ബൈ.